നമസ്തേ, ഞാൻ ദയ മാത്യു, സീനിയർ ഫിസിയോതെറാപ്പിസ്റ്റ്, ഇൻചാർജ് ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ, അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, കൊച്ചി. സെപ്റ്റംബർ 8 ലോക ഫിസിയോതെറാപ്പി ദിനമായി ആചരിക്കുന്നു. 1951 സെപ്റ്റംബർ 8 ഫിസിയോതെറാപ്പി ഒരു പ്രൊഫഷനായി റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടത്. എല്ലാ വർഷവും ഈ ദിവസം ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റിൻ്റെ അനന്ത സാധ്യതകളെക്കുറിച്ച് സമൂഹത്തെ ബോധവാന്മാരാക്കുന്നതിനും ഫിസിയോതെറാപ്പിസ്റ്റുകൾ ചെയ്യുന്ന ഗുഡ് വർക്കിനെ റെക്കഗ്നൈസ് ചെയ്യുന്നതിനുമായി ഉപയോഗപ്പെടുത്തുന്നു. ഈ വർഷത്തെ തീമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ലോ ബാക്ക് പെയിൻ അഥവാ നടുവേദനയാണ്. നടുവേദന ഗ്ലോബലി ഒരു ലീഡിംഗ് കോസ് ഓഫ് ഡിസബിലിറ്റിയായി കണക്കാക്കപ്പെടുന്നു. 13 ഒരാൾക്ക് നടുവേദനയുള്ളതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഏത് ഏജിലും നടുവേദന അനുഭവിക്കാവുന്നതാണ്. ഒരു പെയിൻ ഒരു 3 മാസത്തിൽ കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ക്രോണിക് പെയിനായി കണക്കാക്കുന്നു. നടുവേദനയ്ക്ക് പല കാരണങ്ങളുണ്ട്. നോൺ സ്പെസിഫിക് ആയിട്ടുള്ള കാരണങ്ങളാണ് 90% കണ്ടുവരുന്നത്. 10% സ്പെസിഫിക് ആയിട്ടുള്ള ബാക്ക് പെയിൻ ആണ്. അതിൽ വരുന്നത് ഡിസ്ക് മൂലമുള്ളവ അഥവാ സ്പൈനിലെ വെർട്ടിബ്രൽ ബോൺസിൻ്റെ അകൽച്ച, അതായത് സ്പോണ്ടിലോലിസ്തസിസ് മുതലായവയാണ് സ്പെസിഫിക് ആയിട്ടുള്ള ലോ ബാക്ക് പെയിൻ റീസണുകൾ. ഇതിൽ രണ്ടിലും ഫിസിയോതെറാപ്പിയിൽ ഉചിതമായ ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ലോ ബാക്ക് പെയിൻ ഉള്ള ഒരു വ്യക്തി ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ അവർ ആദ്യമായി നിങ്ങളെ പൂർണ്ണമായിട്ടൊന്ന് അസസ് ചെയ്ത ശേഷം നിങ്ങളുടെ പെയിൻ്റെ ഡിഗ്രി അനുസരിച്ച് പെയിൻ കുറയ്ക്കാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ആദ്യമായി സജസ്റ്റ് ചെയ്യും. പെയിൻ അത്ര സിവിയർ അല്ല എങ്കിൽ ഡയറക്റ്റ്ലി ഒരു എക്സസൈസ് പ്രോഗ്രാമിലേക്ക് പോകുന്നതാണ്. ഇതിനെല്ലാം മുമ്പായി അവർക്ക് നിങ്ങളുടെ പെയിൻ്റെ രീതിയെക്കുറിച്ചും നിങ്ങളുടെ പ്രോബ്ലത്തെക്കുറിച്ചുമുള്ള ഒരു എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. വൺസ് പെയിൻ കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പെയിൻ ഒരു 50% കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈലേർഡ് ആയിട്ടുള്ള ഒരു എക്സസൈസ് പ്രോഗ്രാം തരുന്നതായിരിക്കും. ടൈലേർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസ്കിന് പ്രോബ്ലം ഉള്ളവർക്കുള്ള എക്സസൈസും സ്പോണ്ടിലോലിസ്തസിസ് ഉള്ളവർക്കുള്ള എക്സസൈസും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവർ നിങ്ങളെ അസസ് ചെയ്ത ശേഷം നിങ്ങൾക്കൊരു എക്സസൈസ് പ്രോഗ്രാം തരും. ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ശേഷം അത് ഡെയിലി ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നിങ്ങളെ ബോധവാന്മാരാക്കും. ഇതുകൂടാതെ ഡെയിലി ഉള്ള ഒരു റൂട്ടീൻ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യും. അതായത് ഡെയിലി റൂട്ടീൻ ആക്ടിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് വാക്കിംഗ് അല്ലെങ്കിൽ സ്വിമ്മിംഗ് പോലെയുള്ള എക്സസൈസുകൾ ഡെയിലി ചെയ്യേണ്ടതാണ്. ബീയിങ് ആക്റ്റീവ് ആൻഡ് ഡൂയിങ് ദ റെഗുലർ എക്സസൈസ് ഇസ് ദ കീ ഫാക്ടർ ഫോർ പ്രിവെൻറ്റിംഗ് റിക്കറൻസ് ഓഫ് ലോ ബാക്ക് പെയിൻ. സോ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് ഡെഫിനറ്റ്ലി നിങ്ങളെ ഇതിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും.